ലബനാനെ പൂർണ്ണമായും ചോരയിൽ മുക്കിക്കൊണ്ട് ഇസ്രായേൽ തങ്ങളുടെ ക്രൂരമായ അധിനിവേശം വൻതോതിൽ വ്യാപിപ്പിക്കുകയാണ്. തെക്കൻ ലബനാനിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ ഏറ്റവും പുതിയ വ്യോമാക്രമണങ്ങളിൽ മാത്രം 31 നിരപരാധികളായ മനുഷ്യരാണ് കൊല്ലപ്പെട്ടത്. 40-ലധികം പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നു. ഇത് കേവലം ഒരു സൈനിക നീക്കമല്ല, മറിച്ച് ഒരു രാജ്യത്തെയും അവിടെയുള്ള ജനങ്ങളെയും ഭീതിയിലാഴ്ത്തി വംശഹത്യ ചെയ്യുന്ന കൃത്യമായ അധിനിവേശ തന്ത്രം തന്നെയാണ്. തെക്കുകിഴക്കൻ ലബനാനിലെ ഡസൻ കണക്കിന് ഗ്രാമങ്ങളിലുള്ളവരോട് ഉടനടി ഒഴിഞ്ഞുപോകാൻ ഇസ്രായേൽ സൈന്യം ഇപ്പോൾ നിർബന്ധിത ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. തലചായ്ക്കാൻ ഒരിടമില്ലാതെ ജീവനും കൊണ്ട് സുരക്ഷിത കേന്ദ്രങ്ങൾ തേടി 10,000-കണക്കിന് ജനങ്ങളാണ് തെരുവുകളിലേക്ക് കൂട്ടത്തോടെ പലായനം ചെയ്യുന്നത്. ഇസ്രായേലിന്റെ കരസേന ലബനാൻ അതിർത്തിക്കുള്ളിലേക്ക് കൂടുതൽ ആഴത്തിൽ ഇരച്ചു കയറുന്നതിനോടൊപ്പം വ്യോമമാർഗമുള്ള ബോംബാക്രമണങ്ങളും കടുപ്പിച്ചതോടെ തെക്കൻ ലബനാൻ ഇപ്പോൾ പൂർണ്ണമായും ഒരു യുദ്ധക്കളമായി മാറിക്കഴിഞ്ഞു. എന്നാൽ അന്താരാഷ്ട്ര സമൂഹത്തെ ആകെ ഞെട്ടിച്ചുകൊണ്ട് ലബനാൻ തലസ്ഥാനമായ ബൈറൂത്തിനെ പൂർണ്ണമായി തകർക്കുമെന്ന പരസ്യമായ ഭീഷണിയുമായി ഇസ്രായേലിന്റെ തീവ്ര വലതുപക്ഷ ധനമന്ത്രി രംഗത്തെത്തിയിട്ടുണ്ട്. ഹിസ്ബുള്ള നടത്തുന്ന പ്രതിരോധാക്രമണങ്ങൾക്ക് പകരമായി ബൈറൂത്തിനുമേൽ സമാനതകളില്ലാത്ത ക്രൂരത അഴിച്ചുവിടണമെന്നാണ് ഇസ്രായേൽ മന്ത്രിയുടെ വാദം. ഹിസ്ബുള്ള അയക്കുന്ന ഓരോ ഡ്രോൺ ആക്രമണത്തിനും പകരമായി ലബനാൻ തലസ്ഥാനമായ ബൈറൂത്തിലെ 10 പൊതു കെട്ടിടങ്ങൾ വീതം ബോംബിട്ട് തകർക്കണമെന്നാണ് മന്ത്രിയുടെ ആവശ്യം. സാധാരണക്കാരായ ജനങ്ങൾ താമസിക്കുന്ന കെട്ടിടങ്ങളെ ലക്ഷ്യമിട്ടുള്ള ഈ വിവാദ പ്രസ്താവനയിലൂടെ ലബനാനുമേൽ കടുത്ത മനുഷ്യത്വരഹിതമായ സൈനിക അധിനിവേശം അഴിച്ചുവിടാൻ ഇസ്രായേൽ ഭരണകൂടം എത്രത്തോളം പദ്ധതിയിടുന്നു എന്നത് വ്യക്തമാണ്. അന്താരാഷ്ട്ര നിയമങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഇസ്രായേൽ തുടരുന്ന ഈ നരനായാട്ട് എവിടെ ചെന്ന് അവസാനിക്കുമെന്നാണ് ലോകം ചോദിക്കുന്നത്.